Good evening all. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഈ വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ വീഡിയോയിലും 2 ക്വസ്റ്റ്യൻ വീതം ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UPSC 2024ലെ ഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡി ആണ്. Question number 1. How many delimitation commission have been constituted by the Government of India till December 2023? A1, B2, C3, D4. എത്ര ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2023 വരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോ എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ? നമുക്കറിയാം, റീസെന്റ് ഇന്ത്യയിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ നടത്തുന്നത് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് വോട്ടേഴ്സ് ഇൻ എ സ്പെസിഫൈഡ് ഏരിയ ഹു എലക്ട് എ റെപ്രസെന്റേറ്റീവ് ടു ലെജിസ്ലേറ്റീവ് ബോഡി. നമ്മുടെ വയനാട്ടില് ആ ജനങ്ങളെ എലക്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയെയാണ്, വാരണാസിയിലാണെങ്കിൽ നരേന്ദ്രമോദിയെയാണ്. അപ്പൊ ഇങ്ങനെ അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയാം. മലയാളത്തില് മണ്ഡലം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു പിക്ചർ ആണ്. അപ്പൊ ഇത് എന്താണെന്ന് നമുക്കറിയാം. ഇതിന്റെ ഓരോന്നിനും ഓരോ ബൗണ്ടറീസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിക്ക്. Now again to the question, what is delimitation commission? The delimitation commission of India. This is a commission established by the Government of India under the provision of Delimitation Commission Act, and it is tasked with redrawing the boundaries of Legislative Assembly and Lok Sabha constituencies based on the last census. അതിന്റെ ചുമതല എന്താണ്? നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നിയോജക മണ്ഡലം, തിരുവനന്തപുരം ആയിക്കോട്ടെ, വടകര ആയിക്കോട്ടെ, വയനാട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ ബൗണ്ടറി മാറ്റുക. അത് സ്റ്റേറ്റിൻ്റെതാവാം, അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ ആവാം, അല്ലെങ്കിൽ നിയമസഭ ഇലക്ഷൻ ആവാം. ഇത് റീഡ്രോ ചെയ്യുക, ഇത് മാറ്റുന്നതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് എന്തിനെ അനുസരിച്ചായിരിക്കും? ബേസ്ഡ് ഓൺ ലാസ്റ്റ് സെൻസസ് ആയിരിക്കും. ഓരോ സെൻസസിലും ജനങ്ങളുടെ ഒരു ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ചിട്ട് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബൗണ്ടറീസ് മാറ്റുക. ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് കൂടാതെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഡിറ്റർമൈനിങ് ദ സീറ്റ്സ് ടു ബി റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദീസ് ഹൗസസ്. അപ്പൊ അതിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ സീറ്റ് അതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നതും ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്, അത് വിഭാവനം ചെയ്യുന്നതും. Under Article 82 of the Constitution, the Parliament by law enact a delimitation act after every census. അപ്പോൾ 2 ആർട്ടിക്കിൾ ഉണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒന്ന് ആർട്ടിക്കിൾ 82, ഒന്ന് ആർട്ടിക്കിൾ 170. ഒന്നില് ആർട്ടിക്കിൾ 82-ലാണെങ്കിൽ പാർലമെന്റ് ഓരോ സെൻസസിനനുസരിച്ചിട്ടും എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർമ്മിക്കും. അതേപോലെ തന്നെ 170-ലാണെങ്കിൽ സ്റ്റേറ്റ്, അതായത് ഡിവൈഡ് ചെയ്യപ്പെടും, ഗെറ്റ് ഡിവൈഡഡ് ഇൻ ടു ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്, നിയോജക മണ്ഡലങ്ങളായിട്ട് ആ ഓരോ സെൻസസിന് ശേഷം ഉണ്ടാവുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അനുസരിച്ചിട്ട് വിഭജിക്കപ്പെടും. ഇതൊക്കെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പ്രത്യേകതകൾ. ഇന്ത്യയില് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എപ്പോഴൊക്കെ ഉണ്ടായി എന്ന് നോക്കാം. ഒന്ന് ഇൻ 1952, പിന്നെ ഇൻ 1963, പിന്നെ ഇൻ 1973 and recently in 2002. അപ്പൊ എത്ര വട്ടായി? 4 times. That was the question. 4 delimitation commission have been constituted by the Government of India till December 2023. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ്. The Constitution 71st Amendment Act 1992 amends the 8th schedule to the Constitution to include which of the following languages? Konkani, Manipuri, Nepali, Maithilis. Select the correct answer using the code below: A1, 2 and 3, B1, 2 and 4, C1, 3 and 4, D2, 3 and 4.
കോൺസ്റ്റിറ്റ്യൂഷന്റെ 71ാമത് ഭേദഗതി, അത് 8th ഷെഡ്യൂൾ. കോൺസ്റ്റിറ്റ്യൂഷന്റെ നമുക്കറിയാം 8th ഷെഡ്യൂൾ ഇസ് റിലേറ്റഡ് ടു ലാംഗ്വേജ് ആണ്. അതിൽ ഏതൊക്കെ ലാംഗ്വേജ് ആണ് കൂട്ടിച്ചേർത്തത്? ഈ പറയുന്ന 1, 2, 3, 4ൽ 71ാം ഭേദഗതി പ്രകാരം 8ാമത്തെ ഷെഡ്യൂളില് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് കൂട്ടിച്ചേർത്തത്? നിങ്ങൾക്ക് ഷെഡ്യൂൾ എന്തൊക്കെയാണെന്ന് അറിയായിരിക്കും പോളിറ്റി പഠിച്ചവർക്ക്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നമ്മൾ പിന്നീട് ചെയ്യാം പോളിറ്റിയുടെ. അപ്പൊ ഇത് ഏതൊക്കെയാണ് കൂട്ടിച്ചേർത്തത്? The official languages of the Republic of India are listed in the 8th schedule of the Indian Constitution. The official languages of the Republic of India are listed in the 8th schedule of the Indian Constitution. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതിലാണ് പറയുന്നത്? 8ാമത്തെ ഷെഡ്യൂൾ. അതുപോലെ തന്നെ അത് പാർട്ട് 17 ആണ് വരുന്നത്. ആർട്ടിക്കിൾ 343 to 351ലാണ് ഏതൊക്കെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത്. ആക്ച്വലി തുടക്കത്തിൽ അവിടെ ഇനീഷ്യലി there were 14 ഒഫീഷ്യൽ ലാംഗ്വേജസ്. തുടക്കത്തിൽ എത്രയുണ്ടായിരുന്നു? 14 ഉണ്ടായിരുന്നു. Now there are 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് in the 8th schedule of the Indian Constitution. അതില് Konkani, Manipuri and Nepali were added by the 71st Amendment Act of 1992. അപ്പോൾ ഏതൊക്കെയാണ് ആഡ് ചെയ്ത ലാംഗ്വേജസ്? കൊങ്കണി, മണിപ്പൂരി ആൻഡ് നേപ്പാളി. ഏതൊക്കെയാണ്? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി. അപ്പോൾ 1, 2, 3 ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.